ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ തൻഷൻ എന്തൊക്കെയോ പരിപാടി അവിടെ ഇന്ന് പ്ലാൻ ചെയ്തിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ ഒരാളെയും കൂടി കൂട്ടാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആളെ സ്ഥലത്തെത്താനായിട്ടുണ്ട്. നമ്മൾ നടന്ന് കൊടുത്തു. എടിയുള്ളേ ദൂരന്നില്ലേ? നമ്മൾ നടന്ന് ഇതാ എത്തിയിരിക്കുന്നു. മാറ്റോളി പോയിട്ട് വേഗം അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചെറുക്കൻ. ഇനി അടുത്തത് ചെറുക്കനെ ഒരുക്കുന്ന പരിപാടിയാണ്. ആ ഗൈസ്, നമ്മളെ മണവാളൻ ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേഗം ഇതാ പെണ്ണ് കാത്തിക്കുന്നുണ്ടാടാ. അതെ അതല്ലേ കിട്ടുന്നല്ലേ ഗൈസ്. അങ്ങനെ ഇതാണ് നമ്മളെ ആള്. റെഡി ആയിട്ടുണ്ട്. സുന്ദരനായിട്ടുണ്ട്. സുന്ദരനായില്ലേ? ഇല്ല, സുന്ദരനായിട്ടില്ല. ആവുമ്പോന്ന് സുന്ദരനാകാനൊന്നുമില്ല. സുന്ദരനാണ്. ഇനി പ്രത്യേകിച്ച് സുന്ദരല്ലാത്ത ഇവരെ പോലത്തെ ആൾക്കാർക്കെല്ലാം സുന്ദരനാകണം. ഓക്കെ, മാറ്റിയ അങ്ങനെ ഇതാണ് നമ്മളെ ട്രൗസർ ഷെഡിയെല്ലാം കാണുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മളടുത്തേടെ നിങ്ങളെ കൂട്ടാൻ വന്ന് വെച്ചേട്ടെ. അടുത്ത് നമ്മളെ ബോസ് അവിടെ കാത്തിക്കുന്നുണ്ട്. എത്തിയിട്ടുണ്ട്. സ്കൂളിൽ പോയില്ലേ? ഏതോ മൂട് ഏതോ ഒരു ഇതിലാണുള്ളത്. തരിത്തലം മാറ്റടാ ടെൻഷൻ. അല്ല, എന്തോ ഇതിലുള്ളത്. നമ്മളെ ടെൻഷൻ വേറെ ഒരു മൂഡിലാണുള്ളത്. പതിമുഖത്തുതിച്ചൊരു മലരല്ലേ, പരിശുദ്ധ കതിരൊളി ബദറല്ലേ. നമ്മുടെ ഇവിടെയുള്ള കലാപരിപാടികളും കഴിഞ്ഞ് കുറച്ച് സമയമായി. അലാച്ചു വന്നിട്ട് ബാധരിങ്ങനെ ഒട്ടുന്നത് വിഷയ. അതെ അതെ, കഴിഞ്ഞില്ലേ? നോക്കിയാ കഴിഞ്ഞ അലാച്ചു. അപ്പൊ ഇവിടെ ഉള്ള പരിപാടികളും കഴിഞ്ഞ് നമ്മൾ പോവാണ്. പക്ഷെ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാ? അടുത്ത നമ്മൾ എവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളേ ചേട്ടാ? കോഴിക്കോടല്ലേ? ഒന്നും പറയാൻ കഴിയില്ല. അപ്പൊ അത് കഴിഞ്ഞ സത്യം പറയല്ലോ, നമ്മള് പ്ലാൻ ചെയ്തിട്ടില്ല. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകലാ. അപ്പൊ പാക്കപ്പ്. വീട്ടിൽ നിന്ന് യാത്ര ഇരിക്കുകയാണ്. ഇവിടേക്കൊന്ന് ഒരു നിശ്ചയവും ഇല്ലാത്തൊരു യാത്ര. ആദ്യം നമ്മൾ ചെക്കന് നമ്മൾ കൂടെ വരുന്നില്ല എന്ന് പറയും. അപ്പൊ ഇപ്പൊ നീ വരുന്നില്ലല്ലോ? ഇല്ലില്ല, പോകാനുണ്ട്. അതിപ്പോ നമ്മളെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഇവനെ ഒന്ന് അടക്കാതെ വിട്ടിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പഠിക്കും. മതി. അപ്പോ റിപ്പുനെ ഇറക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് നമ്മുടെ വാഹനം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദം ഒന്ന് കാണിച്ചു കൊടുക്കുന്ന റിപ്പു. ആദ്യമായിട്ടാണ് കുടുക്കുടു
എല്ലാരും വ്യത്യസ്തരാണ്. നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഓരോ മനുഷ്യനും ഓരോ ലോകം എന്ന് വൈശാഖിന്റെ ഫിലോസഫി എച്ചാരി രാവിലെ തന്നെ എനക്ക് മൊത്തം ഇത് തെളിഞ്ഞു പോയി. എന്താ നീ ഒന്നും പറയാത്ത എന്തേ? എന്നെ പറ്റി ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാനതിങ്ങനെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കേടാ, ഓക്കെ എന്നാലും ഓക്കെ. അടക്കെ വണ്ടി